ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡിസിഷൻ തിയറിയിലെ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ കൃത്യമായി നമുക്ക് ഏത് ആക്ഷൻ എടുക്കണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അറിയാമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും വേണ്ടി വരുന്നില്ല. അങ്ങനെ കോൺസിക്വൻസസ് എന്താണെന്നറിയാം. കോൺസിക്വൻസസ് ഓഫ് ഈച്ച് ചോയ്സ് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. കൃത്യമായിട്ട് അറിയാമെങ്കിൽ അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഡിസിഷൻ വിത്ത് സെർട്ടനിറ്റി. ഇനി റിയൽ ലൈഫ് പ്രോബ്ലത്തിൽ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിന് കാൽക്കുലേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് അൺസെർട്ടനിറ്റി എന്ന്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. അതായത് കൃത്യമായി നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ദെൻ രണ്ടാമത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി. അതായത് നമുക്ക് ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അത് നമുക്കറിയില്ല. അതിനെയാണ് നമ്മൾ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത്. ദെൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. ഇങ്ങനെ 3 രീതിയിലാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് വരുന്നത്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് ഓരോ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി ആണ്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റിയിൽ കൃത്യമായി നമുക്ക് റിസൾട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാൻ പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും വേണ്ടി വരുന്നില്ല. നമുക്കിനി വിശദമായിട്ട് ഓരോ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസും അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി നമ്മൾ പറഞ്ഞു. ഡിസിഷൻ മേക്കർ ക്യാൻ സെലക്ട് ദ ഹയസ്റ്റ് പേ ഓഫ് ബിക്കോസ് ദേ വിൽ ബി ഓൺലി വൺ ബെസ്റ്റ് സൊല്യൂഷൻ. അതായത് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്താൽ മതിയാവും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി ആണ്. അതായത് സെർട്ടൈൻ അല്ല, അവിടെ നമുക്ക് ആക്ഷൻസ് എന്താണ്, സൊല്യൂഷൻ എന്താണ് നമുക്കറിയില്ല. അപ്പോൾ അതിന് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ. മാക്സിമാക്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന പേര് പോലെ തന്നെ മാക്സിമം ഓഫ് മാക്സിമം. ഓക്കെ, 2 മാക്സി ഉണ്ട്, അതുകൊണ്ട് തന്നെ മാക്സിമം ഓഫ് മാക്സിമം എന്ന് ഓർത്തിരിക്കുക. പേര് പോലെ തന്നെ ഓർത്തിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾ പേ ഓഫ് ടേബിൾ നമുക്കറിയാം, മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പേ ഓഫ് ടേബിളും അതിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മാക്സിമാക്സ് ക്രൈറ്റീരിയൻ കണ്ടുപിടിക്കുന്ന പേ ഓഫ് ടേബിളിൽ നിന്നുമാണ്. ഓരോ ആക്ഷൻ്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് കൺസിഡർ ചെയ്യുക. ഓരോ ആക്ഷൻ്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് കൺസിഡർ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ പേ ഓഫ് ടേബിൾ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കി A1ൻ്റെ അണ്ടറിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ് വരുന്നത്? A1ൻ്റെ അണ്ടറിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 220 ആണ്. A2ൻ്റെ അണ്ടറിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 190 ആണ്. ഓക്കെ, ദെൻ A3യുടെ അണ്ടറിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 200 ആണ്. അതായത് നമ്മൾ ഫൈൻഡ് ഔട്ട് ദ മാക്സിമം പേ ഓഫ് അണ്ടർ ഈച്ച് ഡിസിഷൻ. ഓരോ ആക്ഷൻ്റെ അണ്ടറിലും വരുന്ന ഹയസ്റ്റ് വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ്, ഒരു മാക്സിമം കണ്ടുപിടിച്ചു. ഇനി മാക്സിമം ഓഫ് മാക്സിമം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും ഇവിടെ നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആക്ഷനായിട്ട് എടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A1ൻ്റെ അണ്ടറിൽ 220 വന്നു, A2ൻ്റെ അണ്ടറിൽ 190 വന്നു, A3യുടെ അണ്ടറിൽ 200 വന്നു. വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ? 220. അപ്പോൾ നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് മാക്സിമം പേ ഓഫ് 220 ആണ്. അത് A1ൻ്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കർക്ക് കൃത്യമായിട്ട് A1 എന്ന് പറയുന്ന ആക്ഷൻ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ മിനിമാക്സ് ക്രൈറ്റീരിയൻ ആണ് നോക്കുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയൻ ആണ് മിനിമാക്സ് എന്ന് പറയുന്നത്. മിനിമം ഓഫ് മാക്സിമം ആണ്. മിനിമം ഓഫ് മാക്സിമം ആണ് മിനിമാക്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഈ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ്
ടേബിളിൽ നിന്നുമാണ്, ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിൽ നിന്നുമാണ് നമ്മൾ ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പേ ഓഫ് ടേബിൾ ആണെങ്കിൽ ആ പേ ഓഫ് ടേബിളിൽ നിന്നും നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കണ്ടുപിടിക്കണം. മുൻപത്തെ വീഡിയോയിലുണ്ട്, അത് നോക്കി കണ്ടുപിടിക്കുക. ദെൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ മിനിമം ഓഫ് മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. ഓരോ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ മാക്സിമം വാല്യൂ ഏതാ വരുന്നത്? A1ൻ്റെ അണ്ടറിൽ വരുന്നത് 18 ആണ്, A2ൻ്റെ അണ്ടറിൽ വരുന്നത് 14 ആണ്, ദെൻ A3യുടെ അണ്ടറിൽ വരുന്നത് 10 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് ടൈം മാക്സിമം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഓഫ് മാക്സിമം അല്ലേ? വിച്ച് ഇസ് ദ മിനിമം ഓഫ് മാക്സിമം ഹിയർ? ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാ വരുന്നത്? ഇപ്പോൾ കണ്ടുപിടിച്ചതിൽ 10 ആണ്. സോ നമുക്ക് ഈ A3 ആക്ഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഡിസിഷൻ മേക്കർക്ക് A3 ചൂസ് ചെയ്യാം. ബിക്കോസ് എന്തുകൊണ്ടാണ്? മിനിമം ഓഫ് മാക്സിമം ആണ്. ഓരോ ആക്ടിൻ്റെ അണ്ടറിലെയും മാക്സിമം വാല്യൂസ് കണ്ടുപിടിച്ചു, ദെൻ അതിൻ്റെ മിനിമം മാക്സിമം വാല്യൂസ് ആണ് ഇതെല്ലാം. അതിൻ്റെ ഏറ്റവും മിനിമം വന്നത് 10 ആണ്. ഓക്കെ.